ഹലോ, എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് 2025 ഫെബ്രുവരി 4-ാം തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ ഫെബ്രുവരി 4-ന് ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മൾ ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ഫെബ്രുവരി 4, ലോക ക്യാൻസർ ദിനം. 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ് 2025 ലോക ക്യാൻസർ ദിനത്തിൻ്റെ തീമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ക്യാൻസറിനെ കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിൻ്റെ പ്രതിരോധം പ്രോത്സാഹിപ്പിക്കുന്നതിനൊക്കെ ആയിട്ടാണ് നമ്മൾ ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്നത്. ഈ ലോക ക്യാൻസർ ദിനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനകീയ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നുണ്ട്. ഒരു മാസത്തേക്ക് ജനകീയ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ആരോഗ്യം, ആനന്ദം, അകറ്റാം അർബുദം. ഇതെന്ന് വെച്ചാൽ നമുക്ക് ക്യാൻസർ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും തുടർ പരിശോധനയ്ക്ക് ആളുകൾ തുടർ പരിശോധനയ്ക്ക് ആൾക്കാർ ആരും മുന്നിട്ടിറങ്ങാത്തൊരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാനത്തേക്ക് ഒരു മാസത്തേക്ക് നടപ്പിലാക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ആരോഗ്യം, ആനന്ദം, അകറ്റാം അർബുദം എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഫെബ്രുവരി 4 എന്ന് പറയുന്നത് ലോക ക്യാൻസർ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. അടുത്ത ചോദ്യം, ലെസ്സിം ഏത് സംസ്ഥാനത്തിൻ്റെ പരമ്പരാഗത നാടോടി നൃത്തമാണ്? ലെസ്സിം എന്നത് ഒരു നാടോടി നൃത്തമാണ്. അത് ഏത് സംസ്ഥാനത്തിൻ്റെയാണ് എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്രയുടെ നാടോടി നൃത്തമാണ് ലെസ്സിം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനം. സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് നീതി ആയോഗ്. സാമ്പത്തിക ആരോഗ്യ സൂചിക 2025 പ്രസിദ്ധീകരിച്ച സ്ഥാപനമാണ് നീതി ആയോഗ്. നഹർഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? നഹർഗഡ് വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? രാജസ്ഥാനിലാണ്. നഹർഗഡ് വന്യജീവി സങ്കേതം രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2024-25 വിജയ് ഹസാരെ ട്രോഫി നൽകിയ ക്രിക്കറ്റ് ടീം ഏതാണ്? 2024-25 വിജയ് ഹസാരെ ട്രോഫി നൽകിയ ക്രിക്കറ്റ് ടീം കർണാടകയാണ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി നൽകിയ ക്രിക്കറ്റ് ടീം കർണാടകയാണ്. അടുത്തത്, 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായിട്ട് ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം ജോർജിയയാണ്. 2025 ജനുവരിയിൽ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി ഔദ്യോഗികമായി സാക്ഷ്യപ്പെടുത്തിയ രാജ്യം അത് ജോർജിയയാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായ വനിതയാണ് സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ നാസയുടെ ശാസ്ത്രജ്ഞയും ഇന്ത്യൻ വംശജയുമായിട്ടുള്ള വനിതയെ ചോദിക്കുകയാണെങ്കിൽ അത് സുനിത വില്യംസ് ആണ്. സുനിത വില്യംസ്. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം. ഡീപ് സീക്ക് എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മോഡൽ അവതരിപ്പിച്ച രാജ്യം ചൈനയാണ്. ചാറ്റ് GPT പോലെ AI അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടാണ് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. 38ാമത് ദേശീയ ഗെയിംസ് വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ ജേതാക്കൾ കേരളമാണ്. തമിഴ്നാടിനെ പരാജയപ്പെടുത്തിയിട്ടാണ് കേരളം 38ാമത് ദേശീയ ഗെയിംസിൽ വനിതകളുടെ വോളിബോളിൽ സ്വർണ്ണ മെഡൽ നേടിയത്. പുരുഷ വോളിബോളിലാണെങ്കിൽ കേരളത്തിന് വെള്ളിയാണ് കിട്ടിയത്. താങ്ക് യു.